എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന വിവാഹിതരായിട്ട് നന്ദു അനിയും കൂടെ വന്നു നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് അകത്തേക്ക് നോക്കി ഗോവിന്ദേട്ടാന്ന് കനക ഉറക്ക വിളിക്കുകയാണ്. ഈ വിളി കേട്ടതും ഗോവിന്ദൻ ഇറങ്ങി വന്നു. എന്താ കനകെ, ഇങ്ങോട്ട് നോക്കാൻ പറയണം. നോക്കിക്കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ നിൽക്കുന്നുണ്ട്. ഈ കാഴ്ച ഗോവിന്ദൻ പറഞ്ഞു, ചതിച്ചല്ലോ നന്ദു എന്ന് നീ ചോദിക്കുകയാണ്. നീ എന്ത് പരിപാടിയാ മോളെ കാണിച്ചേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, അച്ഛാ അങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ ഇവിടെ നമ്മൾ വിവാഹിതരായ ക്ഷേത്രത്തിൽ വെച്ച മോതിരമാറ്റം അവിടെ വെച്ച് നടന്നു പറയാണ്. പെട്ടെന്ന് കനക പറഞ്ഞു, നീ നിന്റെ ചേച്ചിമാരെ കുറിച്ച് ഓർത്തോ, ഞങ്ങളെ കുറിച്ച് വിചാരിച്ചോ, എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോടി എന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, രണ്ടുപേരും അങ്ങോട്ട് അനന്തപുരി വന്നതിന്റെ വിഷമം എതിരായിട്ട് മാറിയിട്ടില്ല. അതിന്റെ സങ്കടത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രശ്നങ്ങളൊന്ന് തീർന്നു വരുമ്പോഴത്തേനും അടുത്ത പ്രശ്നങ്ങളായിട്ട് നീ വന്നല്ലോ നന്ദു. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കണ്ടേ, നീ ഒന്ന് പറഞ്ഞു തരാൻ പറയണം. പെട്ടെന്ന് കനക പറഞ്ഞു, ദേ ഇവനുമായിട്ട് മുന്നോട്ട് പോകാൻ നീ ഒരിക്കലും വിചാരിക്കണ്ട. ഒരു കാര്യം ചെയ്യുക, നിന്റെ കഴുത്ത് കിടക്കുന്ന താലി ഇങ്ങോട്ട് ഊരി തരാൻ പറയണം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ, എനിക്കും പിരിയാൻ സാധിക്കില്ലെന്ന് പറയാം. പെട്ടെന്ന് കനക പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, നിനക്ക് പിരിയാനല്ല കഴിയില്ലാത്തുള്ളൂ. ഞാൻ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം, ഞാൻ അങ്ങോട്ട് മരിച്ചേക്കാം, നീ സന്തോഷമായിട്ട് ഇവനോടൊപ്പം ജീവിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി തല അങ്ങോട്ട് ഇടിപ്പിക്കുവാണ്. പെട്ടെന്ന് ഞെട്ടി സ്വപ്നത്തിൽ നിന്ന് ഉണരുക. നോക്കിക്കഴിയുമ്പോൾ നന്ദു അടുത്ത് കിടക്കുന്നുണ്ട്. നന്ദുവും കണ്ടു തുറന്നു അമ്മയുടെ ഈ ഞെട്ടലൊക്കെ കണ്ടിട്ട്. ഇവിടെ നന്ദു, എന്താ അമ്മേ, എന്താ പ്രശ്നം? ഞാനൊരു സ്വപ്നം കണ്ട നന്ദുട്ടാന്ന് പറയണത്. അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് ഈയിടെ എല്ലാം ഇങ്ങനെ തന്നെയാണല്ലോ. അതെ, നന്ദുട്ടനെ അറിയാലോ, അമ്മയുടെ മനസ്സിന്റെ വേദന എത്ര മാത്രമാണെന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കണ്ണടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അനിയെ ഞാൻ സ്വപ്നം കാണുന്നേ, വേണ്ടാത്ത കുറെ ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാന്ന് പറയാം. അമ്മ എന്തിനാമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. നന്ദൂട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. നിന്റെ രണ്ട് ചേച്ചിമാര്, അത് മാത്രമല്ല ഈ കുടുംബത്തിന്റെ അവസ്ഥ. നിന്റെ രണ്ട് ചേച്ചിമാരെ കല്യാണം കഴിച്ചിട്ട് വിട്ടേന് എനിക്ക് ആ വീട്ടിലേക്കൊന്ന് സ്വസ്ഥതയോടെ എനിക്കോ ഗോവിന്ദന് കയറി പോകാൻ പോലും പറ്റുന്നില്ല. അതെല്ലാം നീ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണല്ലോ. അതേപോലെ തന്നെ ഇനി നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവരുത്. എനിക്ക് നിന്റെ വീട്ടിൽ കയറി വരാൻ പറ്റണം. ഏത് സമയത്താണെങ്കിലും ആരും എന്നെ കുറ്റപ്പെടുത്തില്ല. അതുപോലെ ഒരു വീട്ടിലേക്ക് വേണം നന്ദൂട്ട നിന്നെ കയറ്റുവേണ്ടേ. അതുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് ടെൻഷൻ. ഒരു കാരണവശാലും വേണ്ടാത്ത ബന്ധത്തിൽ നീ പോയി ചാടല്ല നന്ദൂട്ടാന്ന് പറയണം. അമ്മ വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയൊന്നും പോയില്ലെന്നേ. അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മ ഒരു കാര്യം ചെയ്യ നന്ദൂട്ട, എനിക്ക് വാക്കുതാ. എന്തിനാ അമ്മ ഈ രാത്രിയിൽ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് തിരിഞ്ഞു കിടക്കുവാണ്. ഈ സമയത്ത് കനക എന്ത് ചെയ്യുക, നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. കനകയുടെ ഉള്ളിലെ വല്ലാത്തൊരു തീയായിരുന്നു. താൻ കണ്ട സ്വപ്നമൊക്കെ ഇനി ബലിക്കുവോ? എന്റെ ഭഗവാനെ, അങ്ങനെ സംഭവിക്കരുതേ, ഇവൾക്ക് വേണ്ടാബുദ്ധി ഒന്നും തോന്നരുതേന്ന്. പിന്നീട് കാണിക്കുന്ന ആദർശ മുറിയിലേക്ക് കയറി പോകുന്ന സമയത്ത് അബി ഒരു തീരുമാനം എടുത്തു. ആദർശനെ കാര്യങ്ങളൊക്കെ അറിയിക്കണം. അബി ഇത് കുറെ ഫോട്ടോസോ, ഒരു 5-8 ഫോട്ടോസോ എന്ത് ചെയ്യണം, ആദർശ കയറി പോകുന്ന വഴിയിലേക്ക് അങ്ങോട്ട് കൊണ്ട് ഇടുവാണ്. ആദർശേട്ടൻ പോകുമ്പോൾ ഇത് കാണും എന്ന് വിചാരമായിരുന്നു. അങ്ങനെ ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് ആദർശം അങ്ങോട്ട് കയറി വരുന്നേ. പക്ഷെ ആദർശ താഴേക്കൊന്നും നോക്കിയില്ല. ആദർശ ആ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അബി ഓർത്ത് പെട്ടു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ വേറെ ആയാലും വന്ന് കാണുന്നതിന് മുമ്പ് ആ ഫോട്ടോ അങ്ങ് എടുക്കാം എന്നോർത്തിരിക്കുമ്പോഴത്തേനുമാണ് നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവളെങ്ങാനും എടുക്കുമോ, ഇനി കാണുമോ? അതുപോലെ അഭി ഭയന്ന പോലെ തന്നെ സംഭവിച്ചു. നയനെ അങ്ങോട്ട് വന്നിട്ട് പോകുന്ന സമയത്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഫോട്ടോ പെട്ടെന്ന് അതെല്ലാം എടുക്കുവാണ്. നോക്കിക്കുമ്പോൾ തൻ്റെ വേറെ ചെറുപ്പക്കാരൻ്റെയും കൂടെ ഫോട്ടോ. എൻ്റെ ദൈവമേ, ഇതാരെങ്കിലും ഈ വീട്ടിലുള്ളവർ കണ്ട പെട്ടെന്ന് അതെല്ലാം കൂടെ എടുക്കുവാണ്. പിന്നീട് നേരെ നവ്യയുടെ റൂമിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. നവ്യ അപ്പം മുറിയിലുണ്ടായിരുന്നു. നവ്യയുടെ റൂമിലേക്ക് എന്നിട്ട് ആ ഫോട്ടോ എല്ലാം കൂടെ ബെഡേലേക്ക് അങ്ങോട്ട് ഇടുവാണ്. എന്നിട്ട് ഇതെന്താ ചേച്ചിന്ന് ചോദിക്കുകയാണ്. എന്താ എടുത്ത് നോക്കാൻ പറയണം. നയനെ ആ ഫോട്ടോ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ആ ഫോട്ടോ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം നവ്യയുടെ ഒരു ഞെട്ടലുണ്ടായി. അല്ല, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണം. ഇനി എവിടെ നിന്ന് കിട്ടിയെന്നോ? ചേച്ചിക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ചേച്ചിക്ക് നാണമില്ലേ? ഒരു പ്രശ്നം തീർന്നു വരുന്നുള്ളൂ. ഞാൻ എത്രമാത്രം കിടന്ന് വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ? അതിനിടയ്ക്കാ പുതിയ പ്രശ്നമായിട്ട് ചേച്ചി വന്നിരിക്കുന്നത്. ഇതങ്ങനെ ഈ വീട്ടിലുള്ളവർ ആര് സഹിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കണം. അത് ഞാനൊരു തെറ്റും ചെയ്യണില്ല. ചേച്ചി ഇനി കൂടുതൽ എന്നോട് കള്ളത്തരം ഒന്നും പറയണ്ട. ചേച്ചിയുടെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ആളാണ് ഞാൻ. കൂട്ടു നിൽക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചേച്ചി ഓരോ കള്ളത്തരം ചെയ്യുമ്പോഴും അതിനകത്ത് ഉൾപ്പെടുത്തുക ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഞാൻ ഈ വീട്ടിൽ എല്ലാവരോടും പറയുമെന്ന് പറയാം. അതെ, നീ ചതിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നീട് നിർമ്മലിനെ കണ്ട കാര്യവും ഇതെല്ലാം പറയുവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞതാ, മര്യാദയ്ക്കിരിക്കണം, ഇനി ഒരു കാരണവശാലും എന്നെ ശല്യം ചെയ്തുകൊണ്ട് വരില്ലെന്ന്. പക്ഷെ അവന്
വെറുതെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. എൻ്റെ ഫോണിലേക്ക് നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, വിളിച്ചുകൊണ്ടിരിക്കുക, ഇതുപോലുള്ള ഫോട്ടോസൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശരിക്കും ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഈ ഒരു ചിന്ത മാത്രമാണ്. ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഇത് അബിയോടെങ്കിലും ചേച്ചി പറഞ്ഞു. ഇല്ല, എനിക്ക് പറയാൻ പറ്റുക. അബി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അബിയുടെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് നീ എന്നെ എങ്ങനെയൊന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് നയനയുടെ മുമ്പിൽ കൈ കൂപ്പി നിൽക്കുവാണ് നവ്യ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെയല്ലാന്ന് പറയണം. നയന ചേച്ചി തെറ്റ് ചെയ്തിട്ടുള്ള ചേച്ചിക്ക് ഉറപ്പാണോ? ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എൻ്റെ കോളേജിൽ പഠിച്ച അവര് പലപ്പോഴും എൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അവനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുക ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴിങ്ങനെ ഒരു നാടകമായിട്ട് അവൻ ഇറങ്ങിയിരിക്കുന്ന എന്തിനാന്ന് മാത്രം എനിക്കറിയില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ അറിയാവുന്ന. എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറയാം. നയന പെട്ടെന്ന് പറഞ്ഞു, ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിൽ ചേച്ചിനെ രക്ഷിക്കാം. അവന്നിട്ട് നമുക്ക് നല്ലൊരു പണി കൊടുക്കാം. ചേച്ചി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോകുവാണ്. ഈ സമയത്ത് രാവിലെ നന്ദു പുറത്തേക്ക് പോകാൻ ഹെൽമെറ്റൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് വരുവാണ്. കനക വീടൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അല്ല നന്ദൂട്ടാ, നീ രാവിലെ എങ്ങോട്ടാ? അമ്മ എനിക്ക് പുറത്ത് പോകണം. എത്ര സമയം എന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. എനിക്ക് ആ പട തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് പറയാം. അതെ, നീ ഇപ്പൊ എങ്ങോട്ടും പോകണ്ടെന്ന് പറയാം. അതെന്താ അമ്മ പോയാല്? പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, അത്ര തന്നെ, വേറൊരു കാര്യമില്ല. നിനക്കറിയാലോ നന്ദൂട്ടാ, നിന്റെ കാര്യത്തിൽ എനിക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടെന്ന്. ഈ അമ്മയ്ക്ക് എപ്പോൾ നോക്കിയാലും ഇത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്യില്ലെന്ന്. പിന്നെ അമ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷൻ എന്താന്ന് ചോദിക്കുകയാണ്. എനിക്കിവിടെ ഇരുന്നിട്ട് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിട്ടല്ല അമ്മേ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയാം. അത് നന്ദൂട്ടാ, പെട്ടെന്ന് തന്നെ കനക എന്ത് ചെയ്യുവാണ്? പുറം വേദനിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുവാണ്. നീ ആ കുഴമ്പും കൊടുത്തോണ്ട് വന്നേ, എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആന്ന് പറയാം. ആ കുഴമ്പൊന്ന് ഇട്ട് തരാൻ പറയണം. ഓഹോ, അപ്പൊ അമ്മയ്ക്ക് ഞാൻ പുറത്തു പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാണോ അമ്മയ്ക്ക് പുറം വേദന? അല്ല നന്ദൂട്ട, രാവിലെ തൊട്ട് വേദന ഉണ്ടായിരുന്നു, എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നീ ആ കുഴമ്പെടുത്തോണ്ടെന്ന് എനിക്ക് തിരുമ്പി തരാൻ പറയാണ്. നന്ദു പറഞ്ഞു, എനിക്ക് മനസ്സിലായി അമ്മയുടെ വേദന എന്താന്ന്. ഇപ്പൊ ഞാൻ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിട്ട് അമ്മയുടെ അടവല്ലേ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. അതൊന്നും അല്ല നന്ദൂട്ട, ഇത് ശരിക്കും ഉള്ള വേദന എന്നാന്ന് പറയണം. നന്ദു ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് ആദർശിന്റെ അരിയിലേക്ക് നയന വരുക. നയന വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. നിനക്ക് എന്ത് കാര്യമാണ് പറയാനുള്ളത്? നീ എപ്പോഴൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടോ അന്നെങ്കിൽ എല്ലാം ഒരു പണിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് പറയും. എനിക്ക് പറയാനുള്ള എൻ്റെ ചേച്ചീനെ കുറിച്ചോ? ഓഹോ, നിന്റെ ചേച്ചീനെ കുറിച്ചാണോ? നിന്റെ ചേച്ചി ഇനിയിപ്പം അടുത്ത വല്ല തന്ത്രം ഒപ്പിച്ചോ? ഈ വീട്ടുകാർ ഇനി ഇപ്പം എന്ത് ചെയ്യാനായിരിക്കും? അല്ലെങ്കിൽ തന്നെ നിന്റെ ചേച്ചി കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നേ? അല്ല, എൻ്റെ ചേച്ചി ഇതിനു മുമ്പ് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല എന്ന് പറയണം. ഈ പ്രാവശ്യം എന്താ പ്രത്യേകത? നീ നിന്റെ ചേച്ചിയും കൂടെ കൂടി ചേർന്നിട്ട് പുതിയ വല്ല തന്ത്രവും ഒപ്പിച്ച് കാണുമായിരിക്കും. എന്താ കാര്യം എന്താന്ന് പറ. അത് ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് ആദർശാണ് എന്നെ ചീത്ത പറയുമെന്ന് ചോദിക്കുക. അപ്പൊ എന്തോ വലിയ കാര്യമാണെന്ന് മനസ്സിലായി. അപ്പൊ അതുപോലത്തെ എന്തോ കാര്യം നീ നിന്റെ ചേച്ചിയും കൂടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നീ നിന്റെ ചേച്ചിയും കാരണം ഇവിടെ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. നിന്റെ ചേച്ചി എന്ന് പറയുന്ന അവക്ക് ഈ വീട്ടിലേക്ക് കയറി വരാൻ ഒരു യോഗ്യതയില്ല. പിന്നെ നിനക്കോ അതുപോലെ തന്നെ നിന്റെ അവസ്ഥ. പിന്നെ നിങ്ങൾ രണ്ടും കൂടി ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന പൊല്ലാപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും അപ്പുറം. ഇനിയിപ്പോൾ അടുത്ത എന്തായിരിക്കും പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. നയന തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഫോട്ടോസ് എല്ലാം കൂടെ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ആദർശ് ഇതെന്താന്ന് ചോദിക്കുകയാണ്. ഇത് ഞാൻ പറയാൻ വന്നേ. ഓഹോ, അപ്പം നിന്റെ ചേച്ചിക്ക് വേറെ ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇതെൻ്റെ ചേച്ചിക്ക് ബന്ധം ഉണ്ടായിട്ടല്ല, എൻ്റെ ചേച്ചിക്ക് അറിവില്ല എന്ന് പറയണം. ഇത് ചേച്ചിയുടെ കോളേജിൽ പഠിക്കുന്ന പയ്യനാ. പക്ഷെ ഇവന് ഇപ്പൊ ചേച്ചിനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുക, കുറച്ച് ഫോട്ടോസും മെസ്സേജസും ഒക്കെ ഇട്ടിട്ട്. ഓ, അങ്ങനെയാണോ? നിന്റെ ചേച്ചി ചതിച്ചായിരിക്കും അവനെ പറ്റിച്ചിട്ട് പോകുന്നതായിരിക്കും. നിന്റെ അമ്മ പണത്തിന് പുറകെ നടക്കുന്നതല്ലേ? നിന്റെ അമ്മ അവനെ സ്നേഹിക്കാൻ പറഞ്ഞു കാണും. ഒരു പക്ഷെ പണമില്ലാന്ന് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തെ നൈസ് തേച്ചിട്ട് എൻ്റെ അബിയുടെ തലയിൽ കയറിയതായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടോ നയനിക്ക് ദേഷ്യം വന്നു. നയന് പറഞ്ഞു, ഇതേ പറയുന്നതിൻ്റെ ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ആദർശന്റെ അരിയിലേക്ക് വന്ന എന്താണെന്നറിയാവോ? ആദർശന് എൻ്റെ ചേച്ചിനെ രക്ഷിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, എന്തേലും ഇങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആദർശോണ്ട് പറയാതെ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞേ. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം പറയരുത് ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു, എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാന്ന് പറയാം. ഓഹോ, അതുകൊണ്ടാ നീ വന്ന് പറഞ്ഞില്ലേ? അല്ല, നിന്റെ ചേച്ചി ചെയ്ത തെറ്റിന് നീ കൂട്ടു നിൽക്കുകയല്ല ചെയ്തേ. എൻ്റെ ചേച്ചി എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ലോ, അവള് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതങ്ങനെയല്ല. അവൻ പുറകെ നടന്നിട്ട് അവനെ ആട്ടിപ്പായച്ച. പക്ഷെ അവൻ എന്തോ ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടെ വന്നിരിക്കുന്നു പറയണം. ആദർശ് പറഞ്ഞു, ഓ, അപ്പം നിന്റെ ചേച്ചി അങ്ങോട്ട് പുണ്യാളെത്തി. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, ഞാനങ്ങോട്ട് പോവാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദർശേട്ടൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ആദർശേട്ടൻ ഒരു പക്ഷെ എൻ്റെ ചേച്ചിനെ രക്ഷിക്കുമെന്ന് കരുതിയാണ് ഞാൻ വന്ന് പറഞ്ഞത്. ഇപ്പം എനിക്ക് മനസ്സിലായി,
ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചേച്ചിയാ, എൻ്റെ ചേച്ചിനെ രക്ഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ആദർശേട്ടന് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആദർശേട്ടൻ ചെയ്തോളാം പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആദർശ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ആ ഫോട്ടോയിലേക്ക് പിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.